എടി തമ്പുരു, നീ അറിഞ്ഞോ? ആയിഷ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിൽ പേപ്പർ കൊടുത്തു. ആണോടി ഇവിടെ? ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല. ആ തള്ളക്കാണെങ്കിൽ എന്നെ കാണുന്ന തീരെ ഇഷ്ടമല്ല. അന്നിപ്പോ എന്തായാലും കണക്കിന് കിട്ടും. ഈ കുറച്ചെല്ലാം എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇജല്ലേ, ഇജ് ഫുൾ എഴുതിയിട്ടുണ്ടാവും, ഞാനാണ് ഒന്നും എഴുതാത്തത്. ഇല്ലടി, എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല. പ്രാവശ്യത്തെ എക്സാം നല്ല ടഫായിരുന്നു, ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശിവ, എന്തൊക്കെയാണ് എന്റെ വർത്താനം? കുറെ സൈല കണ്ടിട്ട്. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്നല്ലേ ആദ്യമായിട്ട് കാണുന്നത്? അത് ശരിയാടാ സുലൈമാനെ, ഞാനും പറയാൻ നിൽക്കുന്നു. പ്രാവശ്യം എക്സാമിനാണ് കാണാനായിട്ട് ഭയങ്കര സങ്കടം. അതെന്താടാ സുലൈമാനെ എനിക്ക് അങ്ങനെ ഒരു സങ്കടം? അത് പിന്നെ എന്താണെന്നൊന്നും അറിയാത്ത പോലെ. എക്സാം പേപ്പർ കിട്ടുന്നുണ്ടാവില്ല ഇന്ന്. എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും. അതെന്താടി ഈ ഫുൾ എഴുതിക്കണോ? പ്രാവശ്യത്തെ എക്സാം എല്ലാവർക്കും ടഫല്ലായിരുന്നു, ഉണക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അതൊന്നല്ലടി, ഞാൻ ആമിനാൻറ്റിൽ നോക്കിയിട്ടേ കുറച്ചൊക്കെ എഴുതിക്കണോ, അപ്പോൾ ചിലപ്പോൾ മാർക്ക് കുറച്ച് കിട്ടണ്ടാവും. എൻ്റെ അടുത്താണെങ്കിലും ആ പൊട്ട സുലൈമാനിന്നു, എനിക്കാണെങ്കിലും ഒന്നും അറിയില്ല. പിന്നെ ചോദിച്ച് എഴുതാനും ആരും ഉണ്ടായിരുന്നില്ല അടുത്ത്. എനിക്കെന്തായാലും മാർക്കിനുണ്ടാവില്ല. വല്ല കോപ്പിയും വെച്ചാൽ മതിയെന്നു, ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ടീച്ചർ വരുമ്പോൾ കാണാം. ഇത് സങ്കടപ്പെടാതിരിക്കടി, എനിക്ക് മാർക്കൊക്കെ ഉണ്ടാവുമേ. ഉണ്ടായാൽ കാണാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താ സുലൈമാൻ ഈ അങ്ങോട്ടൊക്കെ ഇരിക്കണം ഇങ്ങോട്ടൊക്കെ ഇരിക്കേ? ആ ടീച്ചർ വന്നിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലേ. കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കണേ, അല്ലാതെ അങ്ങോട്ട് പെണ്ണുങ്ങൾ അത്തിക്കിരുന്ന് നോക്കിയിട്ട് കാര്യമല്ലേ. എൻ്റെ കണ്ണ് എപ്പോഴും അങ്ങോട്ട് തന്നെയാണല്ലോ സുലൈമാനെ, എന്താണ്? അതൊന്നുമില്ല ടീച്ചറെ, ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കിയിരുന്നതാ. ഒന്നും ഉണ്ടാവാതെ ഇരുന്നാൽ മതി. ഞാൻ പേപ്പർ ഇടുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. ശിവ 5 മാർക്ക്. ശിവ, അനക്ക് ഇന്നേലും പഠിച്ചാൻ തുടങ്ങിക്കൂടെ? എന്തിനാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി സ്കൂളിൽ വരുന്നത്? കയ്യും ഒരു 10-25 വളക്കെട്ടിട്ട്. ഇതിപ്പോ തീരെ പഠിച്ചില്ലല്ലോ, ഫുൾ ഹാപ്പി എടുക്കാമല്ലോ. എക്സാമിന് ഒന്നും എഴുതാൻ പറ്റിയില്ല, എനിക്ക് വയറിളക്കവും ഛർദിയൊക്കെ ആയിരുന്നു. ഒന്നും നേരെ എഴുതാൻ പറ്റിയില്ല ടീച്ചറെ. അല്ലെങ്കിൽ എനിക്ക് എംബിയിൽ 80 അവളെ വർത്താനം കേട്ടാത്തോളൂ. എംബിയിൽ 80 പഠിച്ചു. അവളെ പറിച്ചു കേട്ടാത്തോളൂ. ഓളെ പഠിച്ചിട്ട് ഇപ്പോൾ ഫുൾ മാർക്ക് പഠിച്ചു. എനിക്ക് ഇന്നേരം 2 അക്ഷരം പഠിച്ചുകൂടല്ലോ ശിവ? പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, പറഞ്ഞിട്ട് കാര്യം. വിഷ്ണു, ഒന്ന് നീച്ചുന്നേ. അന്നപ്പോ കാണാൻ തന്നെ കിട്ടണില്ലല്ലോ വിഷ്ണു. എന്താ വിഷ്ണു ഒന്ന് പേപ്പർ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നേ? ആരെ കാണാനാ പോന്നിക്കണത്? അതെന്താ എന്നോട് പറഞ്ഞാൽ എന്നെന്തേലും ഊരി പോവാ? അത്രക്ക് കേൾക്കണോ? 0 മാർക്ക് പഠിച്ചിട്ട് അവന്റെ വർത്താനത്തിനൊന്നും ഒരു കുറവില്ല. എന്റെ അമ്മനെ ഞാൻ കാണുന്നുണ്ട്. ടീച്ചർമാരോട് തർക്കുത്തരം പറയാൻ തുടങ്ങിയടാ. ജയ്, ഇനി പേരൻസിനെ കൊണ്ടുവരാ ക്ലാസ് തന്നെ അറിയട്ടോ. അടുത്തത് അബു. ഇജേതായാലും നല്ലൊരു കുട്ടിയായിരുന്നു അബു. ഇജെന്തായാലും വിഷ്ണുവിന്റെ ഒപ്പം നടന്നിട്ട് ഗാർഡൻ നോക്കണം. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല. ഓനെ പഠിച്ചൂല, എന്നാൽ പഠിച്ചോലെ പഠിച്ചാനാക്കും. അതിട്ടില്ലേനു ഓരെന്നെ ഒപ്പം നടത്തിയിട്ടേ അന്ന് കേടെടുത്തിയോനെ. ആമിന 40 മാർക്ക്. എന്താ ആമിന പ്രാവശ്യം മാർക്കൊക്കെ കുറഞ്ഞേ? അത് പിന്നെ പ്രാവശ്യത്തെ എക്സാം നല്ല ടഫായിരുന്നു ടീച്ചറെ. അത് ടീച്ചർമാരൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴും 2-3 ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചാത്തീനാ വന്നിക്കണത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആമിന, അടുത്തില് ഫുൾ മാർക്ക് പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല ടീച്ചറെ, 50-ൽ 40 10 മാർക്ക് കുറഞ്ഞില്ലേ. ഇനി ഉമ്മ ചെന്നാൽ ചീത്ത പറയും, അതുകൊണ്ടുള്ള സങ്കടം. അത് കുഴപ്പമില്ല ആമിന, ഞാനേ ഉമ്മാനോട് വിളിച്ചു പറഞ്ഞോണ്ട് കേട്ടോ. ഓക്കെ മിസ്. ഓൾക്ക് മാത്രമൊന്നും ലൈക്കും സങ്കടം ഉണ്ട്. ഓൾക്ക് 10 മാർക്ക് കുറഞ്ഞിന്. അതെന്തിനാ ഡാബു അനക്ക് സങ്കടം? ഓൾക്ക് മാർക്ക് കുറഞ്ഞിന്? ഓളിന്റെ മുത്തല്ല ടീച്ചറെ. ഓൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഇന്റെ മാർക്ക് കുറഞ്ഞ പോലെ എനിക്ക്. എന്താ ബു പഠിച്ചാൽ വന്ന മൈറ്റ സ്കൂൾക്ക്, അല്ലാതെ പെണ്ണുങ്ങളെ വാങ്ങി നോക്കാൻ വരില്ല കേട്ടോ. മുട്ടീന്ന് ഇരുന്നിട്ടില്ല, അപ്പത്തിന് എനിക്ക് പ്രേമം. ലച്ചു നിന്നോടാ പറയണേ, എണീറ്റിക്ക്. യെസ് ടീച്ചർ. എന്നാ 20 മാർക്ക്. 20 മാർക്കൊക്കെ ഉണ്ടോ? 20 മാർക്കൊന്നും പോരട്ടെ ലച്ചു, അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് പഠിച്ചുണ്ടോ? ഈ ക്ലാസ്സിൽ പിന്നെ ആമിനാന്റെ കഴിഞ്ഞിട്ട് പഠിച്ചത് ഇജാണ്. ഇജ് പിന്നെ ഉഴപ്പരുത് കേട്ടോ. ഇല്ല ടീച്ചറെ, ഞാൻ പഠിച്ചോണ്ട്. അടുത്തത് പാറു. യെസ് ടീച്ചർ. എന്താ പാറു ഇത്? ഈ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കൊടുത്ത പേപ്പറിനെക്കാട്ടിലും 2 ഘട്ടം അധികം ഉണ്ടല്ലോ ഇതില്. എന്നിട്ടാണെങ്കിലും ഒന്നും എഴുതിയിട്ടില്ല ഇതില്. എഴുതാടുത്തേക്കാണെങ്കിൽ എഴുതാനെന്നെങ്കിലും വിചാരിച്ചത്, വെറുതെ പേപ്പർ എടുത്തിട്ട് തോന്നിയതായിട്ട് കഴിച്ചാ. എന്താ എക്സാമിന് പൈസ മേടിച്ചിട്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ എടുക്കണ്ടാവും കൂടുതൽ? ഞാൻ കുറെ എഴുതിയിരുന്നു മിസ്സേ, കുറെ എഴുതാണ്ടായിരുന്നു. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. എന്താ എഴുതിക്കണതില്? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഫുള്ള് എന്തൊക്കെ എഴുതി വെച്ചിക്കണോ, ഒന്നും മനസ്സിലാവണില്ല. എന്തൊക്കെ അതിൽ എഴുതിക്കണം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒക്കെ അവസാനം പിരാന്ത് പിടിച്ചാൽ തുടങ്ങി. പിന്നെ ഞാൻ വായിച്ചാൽ നിർത്തി. ഒന്നും മനസ്സിലാവണില്ല. അല്ലെങ്കിൽ എഴുതുമ്പോൾ നേരെ എഴുതുക. LKG കുട്ടികൾ എഴുതണ പോലെ എപ്പോഴും ഓൾ എഴുതുന്നത്. ഓൾക്ക് എഴുതാൻ തന്നെ വയ്ക്കൂലെന്ന് ഷോ നാണം കിട്ടും. ഈ അടുത്ത എക്സാം നമുക്കൊന്ന് എഴുതാം, അല്ലെങ്കിൽ 1-2 പേപ്പർ എടുത്താൽ മതിട്ടോ. അതിനകത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. ഇതൊക്കെ കൂടി നോക്കിണ്ടാക്കുമ്പോഴത്തേനും എൻ്റെ 1 ദിവസമാണ് പോണത്. അടുത്തത് കണ്ണൻ. 7 മാർക്ക്.
എടാ കണ്ണ എന്തോന്നടാ അത്? നമുക്കൊന്ന് കുറച്ച് പഠിച്ച് എഴുതിക്കൂടെ? 7 മാർക്ക് നമുക്ക് കിട്ടിയില്ലേ? ഒരു 18 മാർക്കിനല്ലേ പഠിച്ചുകൂടി നമുക്ക് പാസ്സാവായിരുന്നില്ലേ? അടുത്ത എക്സാമിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ചോണ്ട് കേട്ടോ. മേടിച്ചാന്ന് പറഞ്ഞാ പോരാ, മേടിച്ചണോ? അടുത്ത എക്സാമിന് 18 മാർക്കില്ലെങ്കിൽ ഞാൻ ഇമ്പോഷനാണ് എഴുതാൻ തരും. അല്ലെങ്കിൽ ഇമ്പോഷനം തരും. പിന്നെ എഴുതിയാൻ പഠിച്ചണക്ക്. എന്റെ അമ്മ ആദ്യമൊക്കെ എപ്പോഴും വിളിച്ചിരുന്നല്ലോ ഓനെ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ എന്തൊക്കെ നിർത്തി? ഇപ്പൊ നമുക്ക് തിരക്കായി കാണൂലേ? ഉണ്ണി 9 മാർക്ക്. എന്താ ഉണ്ണി ഇത് നിന്നോടും കൂടി പറയണത്? 18 മാർക്ക് മേടിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ജയിച്ചായിരുന്നില്ലേ? അടുത്ത പ്രാവശ്യം എക്സാമിന് 18 മാർക്ക് മേടിച്ചാണ് കേട്ടോ. എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതെല്ലാവരും നടത്തുകൊണ്ടു. എല്ലാവരും പരീക്ഷയിൽ ജയിക്കൊണ്ടു. ആരും തോൽക്കുന്ന ടീച്ചർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എല്ലാവരും 18 മാർക്കിലും മിനിമം മേടിച്ചണം. എന്നാ പേപ്പർ മേടിച്ചോ? ഇരുന്നോ അവിടെ? ടീച്ചറെ ബെല്ലടിച്ചോ? ഞാൻ കേട്ടുകൊണ്ട് സുലൈമാനെ. അത് പിന്നെ പറയാൻ നിൽക്കണം എന്തിനാ? എന്നാ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കണ? ബൈക്കോളിയായി പോണേന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. ഇത് തീരുമാനിച്ചാൽ നിൽക്കണ്ട. നാളെ വരുമ്പോ 18 മാർക്കിന്റെ അടിയിൽ എല്ലാവരും ഇമ്പോഷൻ എഴുതി വരുന്നുണ്ടോ? 50 വട്ടം.